2024 RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ആ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള ഹൈറ്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും റിജക്ട് ആവുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് റിക്വയർമെന്റ് ആണ്. ഓരോ കാറ്റഗറിക്കും ആവശ്യമായിട്ടുള്ള ഹൈറ്റിനെ കുറിച്ചിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികളെ. ഇനി നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. നിങ്ങളുടെ കാറ്റഗറി UR EWS OBC പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് 165 സെന്റിമീറ്റർ ആണ്. നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് 157 സെന്റിമീറ്റർ ആണ്. നിങ്ങളുടെ കാറ്റഗറി SC ആൻഡ് ST ആണെങ്കിൽ നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉള്ള ഹൈറ്റ് ആണ് 160 സെന്റിമീറ്റർ. നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് 152 സെന്റിമീറ്റർ ആണ്. ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക ഇത്രയും ഹൈറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന്. അതുപോലെ ആന ഡിഫൻസ് അക്കാഡമിയിൽ RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.